തിരുവചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരിക്കലും മറക്കാത്ത ദൈവം എന്നതിനെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവം നമ്മെ ഒരിക്കലും മറന്നു കളയത്തില്ല എന്ന് അവിടുത്തെ തിരുവചനത്തിലൂടെ അവിടെ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ദൈവം ആരെയാണ് മറക്കാത്തത്? ഒന്നാമതായി, എളിമയുള്ളവരെ ദൈവം ഒരിക്കലും മറക്കുന്നില്ല. 40-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി വിചാരമുണ്ട്. ഇവിടത്തെ ദാരിദ്ര്യവും പാവപ്പെട്ടവനുമെന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മാവിലെ ദാരിദ്ര്യവും ആത്മാവിലെ ഒന്നുമില്ലായ്മയുമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ തുടക്കം തന്നെ യേശു പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അപ്പോൾ ഇവിടെ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി വിചാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, എളിമയുള്ള വ്യക്തികളെ ദൈവം ഒരിക്കലും മറന്നു കളയുന്നില്ല എന്നാണ് ഈ തിരുവചന ഭാഗം വ്യക്തമാക്കുന്നത്. കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ തോമാസ് ലീഹ പച്ചക്കറിയോ ഭക്ഷണമോ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയതായിരിക്കാം. ആ സമയം നോക്കി തന്നെ കൃത്യമായി കർത്താവ് ഇവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. തോമാസ് ലീഹ ഒഴിച്ച് ബാക്കി എല്ലാവരും യേശുവിനെ കണ്ടു. അവർക്ക് വലിയ സന്തോഷമായി. യേശുവിനോട് അവർ സംസാരിച്ചു. യേശുവിൻ്റെ ശബ്ദം അവർ കേട്ടു. യേശുവിൻ്റെ പ്രകാശമുള്ള മുഖം അവർ കണ്ടു. ഭക്ഷണങ്ങളുമായി തോമാസ് ലീഹ തിരിച്ചു വന്നപ്പോൾ ബാക്കിയുള്ള അപ്പോസ്തലന്മാർ പറഞ്ഞു, തോമ, ഞങ്ങൾ യേശുവിനെ കണ്ടു. തോമായ്ക്ക് വലിയ വിഷമമായി. ഞാൻ ഇല്ലാതിരുന്ന സമയം നോക്കി തന്നെ കർത്താവ് വന്നല്ലോ. കർത്താവ് എന്നെ മറന്നുവോ? കർത്താവ് എന്നെ മാത്രം മറന്നു കളഞ്ഞുവോ? ബാക്കി എല്ലാവരെയും കർത്താവ് ഓർത്തല്ലോ. കർത്താവ് തന്നെ മറന്നു കാണും. വലിയ സങ്കടമായി. അതുകൊണ്ട് തോമ സങ്കടത്തിന്റെ മധ്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, കർത്താവിന്റെ കരങ്ങളിലെ മുറിവുകൾ കാണുകയും അവന്റെ നെഞ്ചിലെ വിലാപ്പുറത്ത് എൻ്റെ കരങ്ങൾ ഇടുകയും ചെയ്തല്ലാതെ ഞാനിത് വിശ്വസിക്കില്ല. കാരണം യേശു എന്നെ മറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യേശു തീർച്ചയായിട്ടും തൻ്റെ മുറിവുകളുമായി തൻ്റെ മുൻപിൽ വരുമെന്ന് തോമായ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ കർത്താവ് തോമായും കൂടെ ഉള്ള സമയത്ത് വന്നിട്ട് പറയാണ്, തോമ, ഞാൻ നിന്നെ ഒരിക്കലും മറന്നു കളഞ്ഞിട്ടില്ല. എനിക്ക് നിന്നെ മറക്കുവാൻ സാധ്യമല്ല. നീ എൻ്റെ പ്രിയപ്പെട്ട തോമായല്ലേ. നിന്റെ വിരലുകൾ കൊണ്ടുവരിക, എൻ്റെ മുറിവുകൾ കാണുക, എൻ്റെ വിലാപ്പുറം നീ കാണുക, നിന്റെ കൈകൾ കൊണ്ടുവന്ന് എൻ്റെ മുറിവുകളിൽ നീ ഇട്ടുകൊള്ളുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമ, നിന്നെ എനിക്ക് മറക്കുക സാധ്യമല്ല. കുഞ്ഞിനെ അമ്മ മറന്നാലും തോമ, നിന്നെ എനിക്ക് മറക്കുവാൻ സാധ്യമല്ല. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യെശയ്യാ 55-ാം അധ്യായം വ്യക്തമായിട്ട് പറയുന്നു. 57-ാം അധ്യായം 15-ാം വാക്യവും വ്യക്തമായിട്ട് പറയുന്നു, അനുതാപികളുടെ ഹൃദയത്തെയും എളിമയുള്ളവരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. യെശയ്യാ 66:1-2 തിരുവചനങ്ങൾ പറയുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. കർത്താവ് തോമായെ ഓർക്കുക തന്നെ ചെയ്തു. രണ്ടാമതായി, കർത്താവ് തന്നെ അനുസരിക്കുന്നവരെ ഓർക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വേദനാജനകമായ ഒരു സംഭവം നമ്മൾ കാണുന്നത്, എല്ലാ മനുഷ്യരും കൊടിയ പാപത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരേ ഒരു മനുഷ്യൻ മാത്രം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. അവൻ്റെ പേരാണ് നോഹ. നോഹയോട് ദൈവം അരുളി ചെയ്തു, നോഹേ, വലിയ ഒരു ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് നീ ഒരു വലിയ കപ്പൽ ഉണ്ടാക്കണം, വലിയ ഒരു പെട്ടകം നീ പണിയണം. ബാക്കി എല്ലാ ജനങ്ങളും പാപത്തിലായിരുന്നത് കൊണ്ട് നോഹ മഴ പെയ്യാതിരുന്ന ആ കാലത്ത് എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള വലിയ ഒരു പെട്ടകം പണിയാൻ ആരംഭിച്ചപ്പോൾ തന്നെ സകല മനുഷ്യരും നോഹയെ ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ടുണ്ടാവും. കാരണം മഴയില്ല, വെള്ളപ്പൊക്കമില്ല. ഒരു വീടിന്റെ മുമ്പിലിരുന്ന് ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് വർഷങ്ങളോളം നീളുന്ന
ഒരു വലിയ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെട്ടകം, ഒരു വലിയ ഷിപ്പ്, ഒരു കപ്പൽ ഉണ്ടാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നോഹ ദൈവത്തെ അനുസരിച്ചു. ബാക്കി എല്ലാ മനുഷ്യരും ദൈവത്തെ ധിക്കരിച്ചപ്പോഴും ദൈവത്തിന് പുറംതിരിഞ്ഞു നിന്നപ്പോഴും ദൈവം നോഹയെ കണ്ടു. വചനം ഇപ്രകാരം പറയുന്നു, നോഹേ, ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ അനുസരണമുള്ളവനായി കണ്ടിരിക്കുന്നു. അനേക ദിവസങ്ങൾ മഴ പെയ്തു. പെട്ടകത്തിന്റെ അകത്ത് നോഹയും കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടു. പെട്ടകം വെള്ളത്തിന്റെ മുകളിലൂടെ ഒഴുകി നടന്നു. ഭൂമിയിലുണ്ടായിരുന്ന സകല മനുഷ്യരും പെട്ടകത്തിന് പുറത്തുണ്ടായിരുന്ന ജീവജാലങ്ങളും ചത്ത് അടിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ തുടരുകയാണ്. കടലിന്റെ മുകളിലൂടെ, വെള്ളത്തിന്റെ മുകളിലൂടെ പെട്ടകം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നോഹയ്ക്കും കൂട്ടർക്കും പുറത്തിറങ്ങാൻ പറ്റുകയില്ല. കാരണം പെട്ടകത്തിന്റെ വാതിലടച്ചത് ദൈവം തന്നെയാണ്. പക്ഷെ വചനം പറയുന്നു, പെട്ടകത്തിലുണ്ടായിരുന്ന നോഹയെയും മൃഗങ്ങളെയും ജീവജാലങ്ങളെയും ദൈവമായ കർത്താവ് ഓർത്തു. ദൈവമായ കർത്താവ് ഓർത്തു. ഒരൊറ്റ വചനം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. കാരണം ദൈവം നോഹയെ മറന്നു കളഞ്ഞില്ല. സ്വർഗത്തിൽ കോടിക്കണക്കിന് മാലാഖമാരുടെ ആരാധനയുടെ മധ്യത്തിലും ഭൂമിയിലേക്ക് തന്റെ കണ്ണുകൾ താഴ്ന്നു വന്നപ്പോൾ ദൈവം തന്റെ പ്രിയപ്പെട്ട മകനായ നോഹയെ കണ്ടു. തന്നെ അനുസരിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ അകത്ത് കയറിയിരിക്കുന്ന നോഹ വെള്ളത്തിന്റെ മുകളിലൂടെ എങ്ങോട്ടെന്നറിയാതെ കപ്പലിന്റെ അകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ദൈവം കണ്ടു. ദൈവം നോഹയെ ഓർത്തു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അനുസരണമുള്ളവരെ ദൈവം എല്ലാ കാലത്തും ഓർക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ 3 ചെറുപ്പക്കാരെ കാണുന്നു. ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരൊന്നും തന്നെ കണ്ടിട്ടില്ല. ലോകം അവർ ശരിക്ക് കണ്ടിട്ടില്ല. അവരുടെ ജീവിതം തുടങ്ങിയ കാലഘട്ടം. പക്ഷേ അവർ ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിച്ചവരായിരുന്നു. ക്രൂരനായ രാജാവ് അവരോട് പറഞ്ഞു, സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മാറി ഞാൻ പറയുന്ന വിഗ്രഹാരാധനയിലേക്ക് നീ തിരിയുക. അവർ അതിന് തയ്യാറായില്ല. രാജാവ് പറഞ്ഞു, നിന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ടും കത്തിച്ചു കളയത്തക്ക വിധത്തിൽ വലിയ ചൂളയുടെ മധ്യത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്നു. രാജാവ് ചൂളയുടെ തീയുടെ ശക്തി 7 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. ഈ യുവാക്കൾ മരണത്തിന്റെ മുൻപിലും ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിക്കുകയാണ്. അവർ ഇപ്രകാരം പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ ശക്തനാണ്. ഇനി അഥവാ ദൈവം ഞങ്ങളെ രക്ഷിക്കുന്നില്ല എങ്കിൽ തന്നെ ഞങ്ങൾ ഒരിക്കലും വിഗ്രഹത്തെ ആരാധിക്കുകയില്ല. അവരെ പട്ടാളക്കാർ പൊക്കിയെടുത്ത് തീച്ചൂളയുടെ മധ്യത്തിലേക്ക് എറിഞ്ഞു. പക്ഷെ രാജാവ് ഒരു കാഴ്ച കാണുകയാണ്. രാജാവ് പട്ടാളക്കാരോട് ചോദിച്ചു, നമ്മൾ തീയുടെ മധ്യത്തിലേക്ക് എറിഞ്ഞത് 3 പേരെയല്ലേ? പിന്നെ 4 പേരെ ഞാൻ കാണുന്നത് എന്തുകൊണ്ട്? 4മതൊരുവനെ ഞാൻ കാണുന്നു. അവൻ ദൈവദൂതനെ പോലെ ഇരിക്കുന്നു. നമ്മൾ എറിഞ്ഞ 3 ചെറുപ്പക്കാർക്ക് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു, യുവാക്കളെ തീച്ചൂളയിലേക്ക് എറിഞ്ഞപ്പോൾ തീച്ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി മാറി. അവരോടുകൂടെ ദൈവം ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, രാജാവ് തീയുടെ മധ്യത്തിൽ ദൈവദൂതനെ കാണുകയാണ്. കാണുക, തന്നെ അനുസരിക്കുന്നവരെ ദൈവം ഒരു നാളും മറന്നു കളയുന്നില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ വീണ്ടും നമ്മൾ ദാനിയേലിനെ രാജാവും ദുഷ്ടരായ മനുഷ്യരും കൂടെ സിംഹങ്ങൾ കിടക്കുന്ന ഗുഹയിലേക്ക് എറിഞ്ഞു കളയുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഏതാണ്ട് 7 ദിവസങ്ങളോളം സിംഹങ്ങൾക്ക് ആഹാരം കൊടുക്കാതെ ദാനിയേലിനെ വലിച്ചു കീറുവാൻ വേണ്ടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഗുഹ അടയ്ക്കപ്പെട്ടു. 7 ദിവസത്തിന് ശേഷം രാജാവ് വലിയ വേദനയോടുകൂടി ദാനിയേലിനെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് സിംഹത്തിന്റെ ആ ഗുഹയുടെ അതിന്റെ ആ വാതിൽ തുറന്നു മാറ്റിയപ്പോൾ അകത്ത് നിന്ന് ദാനിയേലിന്റെ ശബ്ദം രാജാവ് കേട്ടു. രാജാവ് ഇപ്രകാരം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദാനിയേലേ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസ, നീ സേവിക്കുന്ന ദൈവമാണ് സത്യദൈവം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആഹാരം കൊടുക്കാതെ വിശന്ന് പൊരിഞ്ഞു കിടന്നിരുന്ന സിംഹങ്ങൾ ദാനിയേലിനെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. ആ ഗുഹയ്ക്കുള്ളിൽ ദാനിയേലിനോടൊപ്പം സിംഹങ്ങൾ കൂട്ടിരുന്നു. കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, തന്നെ അനുസരിക്കുന്നവരെ ദൈവം ഒരു നാളും മറന്നു കളയുകയില്ല. 3-മതായി, പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരു നാളും മറന്നു കളയുന്നില്ല. സാമൂൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനം നമ്മൾ ഇപ്രകാരം കാണുന്നു. ഹന്ന, മക്കളില്ലാതിരുന്ന ഹന്ന അനേക നാളുകൾ കരഞ്ഞ അപമാനത്തിലൂടെ പോയി തകർന്നു പോയ ഹന്ന ദൈവത്തിനു മുമ്പിൽ കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയാണ്. കർത്താവേ,
അങ്ങ് എനിക്കൊരു കുഞ്ഞിനെ ദാനമായിട്ട് തന്നാൽ അവനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കും. അവന്റെ മുടിയിൽ ഞാൻ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. അവൻ എന്നും അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടവനായിരിക്കും. 1 സാമുവേൽ 10-ാം തിരുവചനം പറയുന്നു, കർത്താവ് ഹന്നായെ ഓർത്തു. കർത്താവ് ഹന്നായെ ഓർത്തു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ദൈവം ഓർക്കുന്നു. കർത്താവ് ഹന്നായെ ഓർത്തു. അവളെ കടാക്ഷിച്ച് ദൈവം അവൾക്ക് ഒരു പുത്രനെ നൽകി. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ ദൈവത്തോട് അവനെ ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഹന്ന ആ കുഞ്ഞിന് സാമുവൽ എന്ന് പേരിട്ടു. പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ദൈവം ഒരു നാളും മറന്നു കളയുന്നില്ല. അപ്പോസ്തല പ്രവർത്തനത്തിൽ വളരെ ആശ്ചര്യജനകമായ ഒരു സംഭവം നമ്മൾ കാണുന്നു. സഭയുടെ ഭൂമിയിലെ തലവനായ പത്രോസിനെ കാലുകളിലും കൈകളിലും ചങ്ങലയിട്ട് ബന്ധിച്ചിടുമ്പോൾ സഭ മുഴുവൻ രാവും പകലും അവനു വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച സഭയെ ദൈവം മറന്നു കളയുന്നില്ല. പത്രോസിന്റെ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതമായിട്ട് കടന്നു വരികയും ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് പത്രോസിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിലെ കള്ളന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തതുപോലെ കർത്താവ് ജീവിതത്തിൽ ഒരിക്കലും ആർക്കും ഉത്തരം കൊടുത്തിട്ടില്ല. പ്രാർത്ഥിച്ച് തീർന്നതും മറുപടി വന്നതും ഒരുമിച്ചാണ്. ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പ് ഇല്ലാതെ ഒരു മറുപടി കർത്താവ് കൊടുക്കുകയാണ്. കുരിശിൽ കിടന്ന കള്ളൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. ഓർക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി വന്നു, നിന്നെ ഞാൻ ഒരിക്കലും മറന്നു കളയുകയില്ല, നീ ഇന്നെന്നോടുകൂടെ പർദീസയിലായിരിക്കും. ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്ന ഒറ്റ വ്യക്തിയെയും കർത്താവ് മറന്നു കളയുന്നില്ല എന്ന് വചനം നമുക്ക് ഉറപ്പു തരുന്നു. പത്രോസ് കർത്താവിന്റെ വചനമനുസരിച്ച് കടലിന്റെ മുകളിലൂടെ നടന്നു പോയി. കാറ്റും കോളും വന്നപ്പോൾ അവൻ താഴ്ന്നു പോയി. അവന്റെ കഴുത്ത് വരെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അവൻ ഉച്ചത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഒരു കൊച്ചു പ്രാർത്ഥന, ഒരു പേജ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയല്ല, ഒരു കുഞ്ഞു പ്രാർത്ഥന. ഇംഗ്ലീഷ് ബൈബിളിൽ അതിങ്ങനെയാണ്, ലോർഡ് സേവ് മീ. ഇത്രയേ ഉള്ളൂ അതിന്റെ മലയാളാർത്ഥം, കർത്താവേ എന്നെ രക്ഷിക്കണമേ. നമ്മൾ പിന്നെ കാണുന്നത് കടലിന്റെ മുകളിലൂടെ നടന്നു വന്ന് കർത്താവ് തന്റെ കരങ്ങൾ നീട്ടുന്നതും അത്ഭുതകരമായിട്ട് പത്രോസിനെ രക്ഷിക്കുന്നതുമാണ്. യേശുവിനെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുവാനായിട്ട് വിളിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരു നാളും മറന്നു കളയുന്നില്ല. 4-മതായിട്ട്, തന്നെ അനുഗമിക്കുന്നവരെ ദൈവം ഒരിക്കലും മറന്നു കളയുന്നില്ല. കർത്താവ് എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു വചനമാണ് ഫോളോ മീ എന്ന് വെച്ചാൽ എന്നെ അനുഗമിക്കുക. കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല പത്രോസിനെ അനുഗമിക്കുക, പൗലോസിനെ അനുഗമിക്കുക, തോമായെ അനുഗമിക്കുക, യോഹന്നാനെ അനുഗമിക്കുക. കാരണം കർത്താവിനറിയാം അവർക്കൊക്കെ അബദ്ധം പറ്റും, അവർക്കൊക്കെ തെറ്റുപറ്റും. അവർ മനുഷ്യരാണ്. അതുകൊണ്ട് അവർക്ക് തെറ്റുപറ്റുമ്പോൾ നമുക്കും തെറ്റുപറ്റും. അതുകൊണ്ട് തെറ്റുപറ്റാത്തവനായ യേശു ഇങ്ങനെ പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഫോളോ മീ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്വരം കേട്ട് ഒരുപാട് വ്യക്തികൾ കർത്താവിനെ അനുഗമിച്ചു. അതിലധികം വ്യക്തികൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. കർത്താവിനെ ബേൽസെബൂൽ എന്ന് വിളിച്ചു, ഭ്രാന്തൻ എന്ന് വിളിച്ചു, പിശാച് എന്ന് വിളിച്ചു. പക്ഷേ കുറെ മനുഷ്യർ കർത്താവിനെ വിശ്വസിച്ചു, അവർ കർത്താവിനെ അനുഗമിച്ചു. അങ്ങനെ നാളുകൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുകയാണ് കർത്താവിന്റെ കുരിശുമരണവും കർത്താവിനെ കൊണ്ടുപോയി സംസ്കരിക്കുന്നതും. കർത്താവിനെ അനുഗമിച്ച എല്ലാവരുടെയും ഹൃദയം തകർന്നു പോയി. ദൈവമേ, കഴിഞ്ഞ 3 വർഷങ്ങൾ എല്ലാം മറന്ന് അവനെ അനുഗമിച്ചതാണല്ലോ. അങ്ങനെ നിരാശപ്പെട്ട് ക്ലെയോപ്പാസും കൂട്ടുകാരനും നടന്നു പോവുകയാണ്. അവർ ജെറുസലേമിൽ നിന്നും അവർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ എമ്മാവൂസ് എന്ന് പറയുന്ന താഴെയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷെ തന്നെ അനുഗമിക്കുന്നവരെ കർത്താവ് ഒരിക്കലും മറന്നു കളയുന്നില്ല. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ രംഗം നമ്മൾ കാണുകയാണ്. വേഷം മാറി യേശു അവരോട് കൂടെ നടക്കുന്നു. ദൈവവചനത്തിലെ രഹസ്യങ്ങൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. കർത്താവ് വചനം വ്യാഖ്യാനിക്കുമ്പോൾ അവർക്ക് ആളെ പിടികിട്ടുന്നില്ല. പക്ഷെ അവരുടെ ഹൃദയം കത്തുന്നു. അഭിഷേകം നിറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു. അവർക്ക് തീ പിടിക്കുന്നു. അവർ മുന്നോട്ട് പോകുന്നു. ഒരു പർട്ടിക്കുലർ പ്ലേസിലെത്തുമ്പോൾ അവിടെ വെച്ച് അപ്പം മുറിച്ചു കൊടുക്കുന്നു. അവർ യേശുവിനെ തിരിച്ചറിയുന്നു. പിന്നീട് സന്തോഷത്തിന്റെ ഒരു യാത്രയാണ്. മല കയറി അവർ ജെറുസലേമിലേക്ക് പോകുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റിയാൽ പോലും കർത്താവ് നമ്മളെ കൈവിടുന്നില്ല. നമ്മൾ യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ, നമ്മൾ വീണുപോയാലും കർത്താവ് നമ്മളെ മറന്നു കളയുന്നില്ല. നമ്മൾ തകർന്നു പോയാലും കർത്താവ് നമ്മളെ മറന്നു കളയുന്നില്ല. നമ്മൾ പാപം ചെയ്ത് യേശുവിൽ നിന്ന് അകന്നു പോയാലും കർത്താവ് നമ്മളെ മറന്നു കളയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഇതുപോലെ രംഗം നമ്മൾ കാണുന്നു. നിരാശനായ പത്രോസ്
ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടതിന് ശേഷവും വള്ളവും വലയും എടുത്തുകൊണ്ട് ഗലീലിയ കടലിലേക്ക് പോവുകയാണ്. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഒരു കാലത്ത് കർത്താവിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് പറഞ്ഞു, ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് നിങ്ങൾ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കും. ഇത് കേട്ട പത്രോസ് വീണ്ടും ഏതാണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ വള്ളവും വലയും എടുത്തുകൊണ്ട് കടലിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു എന്താണോ ഉപേക്ഷിക്കാൻ പറഞ്ഞത് അതിനെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പത്രോസ് മനുഷ്യരെ പിടിക്കുന്ന പരിപാടി ഉപേക്ഷിച്ച് മീൻ പിടിക്കുന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. മീൻ പിടിക്കുന്ന പരിപാടി ഉപേക്ഷിച്ച് മനുഷ്യരെ പിടിക്കുന്ന പരിപാടിക്കായി ദൈവം വിളി കേട്ട് കർത്താവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ച പത്രോസ് ഇന്ന് ഇതാ എല്ലാം ഉപേക്ഷിച്ച് വീണ്ടും മീൻപിടുത്തത്തിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ കർത്താവ് പത്രോസിനെയും കൂട്ടുകാരെയും മറന്നു കളയുന്നില്ല. അന്ന് രാത്രിയിൽ അവർക്കൊന്നും കിട്ടുന്നില്ല. എന്നാൽ വെളുപ്പിന് 5 മണി സമയമായപ്പോൾ ദൂരെ ഒരു ശബ്ദം കേട്ടു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ആളെ മനസ്സിലായില്ല. ഇവര് പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. ഉടനെ ആ ശബ്ദം വീണ്ടും വിളിച്ചു പറഞ്ഞു, പടകിന്റെ വലതുവശത്തേക്ക് നീക്കി വലയിറക്കുക, നിങ്ങൾക്ക് കിട്ടും. അവർ അനുസരിച്ചു. ധാരാളം മീൻ കിട്ടി. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ദാറ്റ് ഇസ് ദ ലോർഡ്, അത് കർത്താവാണ്. ആ ശബ്ദം കേട്ടുകൊണ്ട് അവർ പത്രോസ് എടുത്ത് ചാടുകയാണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു കൂടിക്കാഴ്ച യേശു അവർക്ക് വേണ്ടി ഒരുക്കുന്നു. കനലിൽ ചുട്ടെടുത്ത അപ്പവും മീനും അവിടെ തയ്യാറായിരിക്കുന്നു. യേശു സ്നേഹത്തോടെ അവരെ മാറോട് ചേർക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഒരിക്കലും മറന്നു കളയുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 15-ാം തിരുവചനം ഒരിക്കൽ കൂടെ നമുക്ക് ഓർക്കാം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്? ഒരു കാര്യം വ്യക്തമാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരിക്കലും അമ്മയ്ക്ക് മറക്കാൻ പറ്റില്ല. കാരണം അമ്മ കുഞ്ഞിനെ കൊണ്ടുപോയി കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞാൽ പോലും പാല് കൊടുക്കുന്ന സമയമാകുമ്പോൾ അമ്മയുടെ മാറിടത്തിൽ വേദനയുണ്ടാകും. മുലപ്പാല് കെട്ടിക്കിടന്നിട്ട് വേദന എടുക്കുമ്പോൾ തൻ്റെ കുഞ്ഞിനെ അമ്മ ഓർക്കും. അമ്മ കുഞ്ഞിനെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞാൽ പോലും പാല് കൊടുക്കുന്ന സമയം വരുമ്പോൾ ഈ ദുഷ്ടയായ അമ്മ കുഞ്ഞിനെ ഓർത്തേ പറ്റൂ. ഇതറിയാവുന്ന ദൈവം വിളിച്ചു പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോസ്തലന്മാർ എല്ലാവരും മരിച്ചു. ഇനി ഒരാൾ മാത്രമേ ഉള്ളൂ മരിക്കാത്തത്, യോഹന്നാൻ. യോഹന്നാനെ രാജാവ് തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചു. ഏതാണ്ട് 1-2 മണിക്കൂർ സമയം വേവിച്ചു. കരിഞ്ഞു പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ പുറത്തെടുത്തിട്ടപ്പോൾ യോഹന്നാൻ എഴുന്നേറ്റു നിന്നു. രാജാവിന് മനസ്സിലായി ഇവൻ തീവ്ര വേദനയാൽ പൊള്ളുകയാണ്. ഏതോ പട്ടാളക്കാരൻ ചോദിച്ചു, തലവെട്ടിയേക്കട്ടെ? രാജാവ് പറഞ്ഞു, വേണ്ട, ഇവൻ ഇഞ്ചിഞ്ചായി മരിക്കണം. ഇവനെ ഉടനെ കൊല്ലണ്ട. ഇവന്റെ ശരീരം മുഴുവൻ മാംസമെല്ലാം വെന്ത് താഴെ വീണ് ഇവൻ പിടഞ്ഞു മരിക്കും. ഇവന് ഭക്ഷണവും വെള്ളവും കൊടുക്കണ്ട. പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് അവനെ നാടുകടത്തുക. പ്രിയപ്പെട്ടവരെ, ഒരു വള്ളത്തിൽ കയറ്റി കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനെ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടത്തുകയാണ്. അസ്ഥി കഷ്ണങ്ങൾക്ക് നടുവിൽ യോഹന്നാൻ എത്തപ്പെട്ടു. യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി, താൻ ഇഞ്ചിഞ്ചായി മരിക്കും. ശരീരം തീവ്ര വേദനയാൽ പിടയുന്നു. എല്ലാവരും യോഹന്നാനെ അവിടെ ആക്കിയിട്ട് സ്ഥലം വിട്ടുപോയി. കടലിന്റെ മധ്യത്തിലുള്ള ഒരു സ്ഥലമാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. യോഹന്നാൻ അവിടെ ഒറ്റയ്ക്കായി. എന്നാൽ ഞായറാഴ്ച പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ യോഹന്നാന് പെട്ടെന്നോർത്തു, ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് എൻ്റെ കർത്താവിൻ്റെ ദിവസമാണ്. കർത്താവ് കല്ലറയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കട്ടെ, ഞാൻ എൻ്റെ കർത്താവിനെ പാട്ടുപാടി സ്തുതിക്കട്ടെ, എൻ്റെ പൊള്ളൽ ഞാൻ മറക്കട്ടെ, എൻ്റെ സഹനം ഞാൻ മറക്കട്ടെ. യോഹന്നാൻ കർത്താവിനെ ആരാധിക്കാനായി ആ മണ്ണിൽ മുട്ടുകുത്തി. വെന്ത് പൊള്ളിയ തൻ്റെ കരങ്ങൾ അവൻ ആകാശത്തേക്ക് ഉയർത്തി. പെട്ടെന്ന് പുറകിൽ ഒരു ശബ്ദം കേട്ടു, യോഹന്നാൻ, എന്റെ പ്രിയപ്പെട്ട യോഹന്നാൻ, ജോൺ, മൈ ബിലവഡ് ജോൺ. ശബ്ദം ആരാണെന്ന് നോക്കുവാൻ തിരിച്ചറിഞ്ഞ യോഹന്നാൻ ഞെട്ടിത്തെരിച്ചു പോയി. 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ളവനായി കർത്താവ് യേശു ആ മണ്ണിൽ നിൽക്കുന്നു. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുരിശിൽ പിടഞ്ഞു മരിച്ച യേശുവിനെ അല്ല യോഹന്നാൻ കാണുന്നത്, മഹത്വത്തിന്റെ കർത്താവിനെ യോഹന്നാൻ കാണുകയാണ്. മാലാഖമാർ ചിറകുകൾ കൊണ്ട് മുഖം മറച്ച് ആരാധിക്കുന്ന പരമപരിശുദ്ധനായ ദൈവത്തെ യോഹന്നാൻ കാണുകയാണ്. യേശുവിനെ മഹത്വത്തോടെ കാണുന്നു. കർത്താവ് യോഹന്നാന് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. യോഹന്നാനെ, ഭയപ്പെടേണ്ട, ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ ഇവിടെ കിടന്ന് മരിച്ചു പോവുകയില്ല. നിന്നെ കൊണ്ട് എനിക്ക് ചില ജോലി ചെയ്യാനുണ്ട്. നീ വെളിപാട് പുസ്തകം എഴുതാനുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടുകൊള്ളുക. കം അപ്പ് ഹയർ,
ഉന്നതത്തിലേക്ക് കയറി വരിക. യോഹന്നാൻ എടുക്കപ്പെടുകയാണ്. പിന്നീട് ലോകത്തിന്റെ അവസാനം വരെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ യോഹന്നാന് കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. യോഹന്നാൻ അതൊരു പ്രത്യേകമായ ലാംഗ്വേജിൽ വെളിപാട് പുസ്തകത്തിൽ നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നു. യോഹന്നാനെ എല്ലാവരും മറന്നു, കർത്താവ് മാത്രം മറന്നില്ല. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും മറന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് നിങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ല. അവൻ വരും. യോഹന്നാൻ തിളച്ച എണ്ണയിൽ കിടന്ന് വെന്തപ്പോൾ യോഹന്നാൻ ഓർത്ത് കാണും, എൻ്റെ കർത്താവ് എവിടെ? അവന്റെ സ്വരം ഞാൻ കേൾക്കുന്നില്ലല്ലോ, അവന്റെ മുഖം ഞാൻ കാണുന്നില്ലല്ലോ, അവൻ എന്നെ മറന്നുപോ. എന്നാൽ പത്മോസ് ദ്വീപിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ യേശു അവനെ തേടി വരിക തന്നെ ചെയ്തു. യോഹന്നാൻ, ഞാൻ നിന്നെ മറന്നിട്ടില്ല, നീ എൻ്റെ പ്രിയപ്പെട്ട യോഹന്നാൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, വലിയ തകർച്ചയിലൂടെ, കടബാധ്യതയിലൂടെ, മക്കൾ അനുസരിക്കാത്തത് മൂലം വിഷമിക്കുന്നവരെ, കർത്താവ് നിങ്ങളെ മറന്നിട്ടില്ല. ഒരിക്കലും നിങ്ങൾ കർത്താവിനെ മറന്നു കളയരുത്. അവന്റെ കരം നിങ്ങളെ തേടി വരുന്നു, അവന്റെ വചനം നിങ്ങളെ തേടി വരുന്നു. ഓരോന്നിനും ഒരു സമയമുണ്ട്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും കരുണ ചൊരിയണമേ. അങ്ങ് അവരെ ഒരിക്കലും മറന്നു കളയുന്നില്ല എന്ന് അവരനുഭവത്തിലൂടെ മനസ്സിലാക്കട്ടെ. വചനത്തിലൂടെ മാത്രമല്ല, അവരുടെ അനുഭവത്തിലൂടെ അവർ മനസ്സിലാക്കുവാൻ കരുണയുള്ള കരങ്ങൾ നീട്ടണമേ. കർത്താവെ, ആണിപ്പാടുള്ള കരം നീട്ടി ഓരോ മകനെയും മകളെ സ്പർശിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.